ഹലോ എവരിവൺ. ഇന്നത്തെ വീഡിയോയിൽ ഒരു 2 മാസം മുന്നേ കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് വെക്കേഷന്. ഷജൻ്റെ ബ്രദർ ഫാമിലി അവിടെ സെറ്റിൽഡാണ്. ഇതാണ് ഷജൻ്റെ ബ്രദർ അമൽ, വൈഫ് സിലു, പിന്നെ അന്ന മോളാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഡെസേർട്ട് സഫാരി പോയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെയും ദാവീദിൻ്റെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇവരെല്ലാം ഇതിന് മുന്നേ പോയിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് മൊമെൻറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വെൽക്കം ടു അവർ ചാനൽ ടീന ആൻഡ് ഡയറീസ്. ഇതൊരു പാക്കേജ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അമലെല്ലാം നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പറഞ്ഞ ഡേറ്റിൽ അവർ പറയുന്ന ടൈമിൽ നമ്മൾ റെഡിയായാൽ മതി, നമ്മളെ വന്ന് പിക്ക് ചെയ്ത് അവരുടെ ക്യാമ്പ് ഗ്രൗണ്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ പോയത് റാസ് അൽ ഖൈമയിലുള്ള ദ ഡ്യൂൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പ് ഗ്രൗണ്ട് ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മൾ വന്ന വണ്ടി. ഇത് നമ്മുടെ ഡ്രൈവറായിരുന്നു, ഇത് മലയാളിയായിരുന്നു. ഞങ്ങളെല്ലാവരും അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇവരുടെ ക്യാമ്പ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ. അപ്പം ഇവിടെ നിന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തൊന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ടാണ് നമ്മൾ പിന്നെ അവർ ഡെസേർട്ടിലേക്ക് സഫാരി കൊണ്ടുപോകുള്ളൂ. ഇത് ഇവരുടെ ഓഫീസാണ്. അപ്പോൾ നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ നമ്മൾ ഇവരുടെ ക്യാമ്പിൻ്റെ എൻട്രൻസിൽ എത്തുമ്പോൾ അവർ നമുക്കൊരു ചെറിയൊരു ഗ്ലാസ്സിലൊരു ഡ്രിങ്ക് തരും. അത് ഇവരുടെ ഒരു ട്രഡീഷണൽ ഡ്രിങ്കാണ്. പിന്നെ അതിൻ്റെ കൂടെ ഡേറ്റ്സും വെച്ചിട്ടുണ്ട്. ഇതാ ക്യാമ്പ് ഗ്രൗണ്ടിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം എന്ത് ഭംഗിയായിരുന്നു. നമ്മൾ ഒറ്റ തോട്ടത്തിൽ അങ്ങോട്ട് നോക്കുമ്പോൾ ചുറ്റിനും ഇങ്ങനെ ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക രസമായിരുന്നു. ആ ഒരു അറബിക് ടച്ചുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടുള്ള കുഷ്യൻസും അതിൻ്റെ കൂടെ ഒരു അറബിക് മ്യൂസിക്കൊക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫസ്റ്റ് വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഞാൻ പല വീഡിയോസിലും മൂവീസിലും ഒക്കെ നമ്മൾ ഡെസേർട്ടിൽ കാണുമ്പോഴത്തേക്ക് നിലത്ത് തറയിൽ കുഷനൊക്കെ ഇട്ടിട്ടിരിക്കുന്ന ആ രീതിയും കണ്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം സോഫയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ ടേബിളിലും ബുക്ക് ചെയ്തിരിക്കുന്ന ആളുകളുടെ പേരുകൾ എഴുതി ഒരു പേപ്പറിൽ വെച്ചിട്ടുണ്ടാവും. അപ്പം ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ആ ഒരു ഗ്രൂപ്പിനുള്ളതായിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അത് സ്റ്റേജിൽ നിന്ന് ഒരു റോ മാറിയിട്ടായിരുന്നു. അപ്പോൾ നമ്മളത് സ്റ്റേജിന് തൊട്ടടുത്ത് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ ആ രീതിയിൽ അവർ സ്റ്റേജിൻ്റെ തൊട്ടടുത്ത് തന്നെ അത് അറേഞ്ച് ചെയ്ത് തന്നു. ഇതാ ക്യാമ്പ് ഗ്രൗണ്ടിന് ചുറ്റുമുള്ള ഏരിയ ആണ്. അപ്പം ഇവിടെ കുറച്ച് സ്ഥലത്ത് ഒരു കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കുട്ടികൾ അവിടെയൊക്കെ കളിച്ചു. പിന്നെ ഒരു ക്യാമലുണ്ട്, നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് കയറാം, ഫോട്ടോസൊക്കെ എടുക്കാം. നമ്മൾ ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ, കാരണം എല്ലാവർക്കും എൻ്റെ മേലെ കയറാൻ പേടിയായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ട് കാത്തിരുന്ന ആ സംഭവത്തിന് പോവുകയാണ്, ഡെസേർട്ട് സഫാരി. അപ്പോൾ അത് പോകുന്നതിന് മുന്നേ എല്ലാ വണ്ടിയുടെയും ടയറിൻ്റെ എയറൊക്കെ കുറച്ച് അവർ അഴിച്ചു കളയും, ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി. അപ്പോൾ അതെല്ലാം സെറ്റാക്കിയിട്ടാണ് പോകുന്നത്. അങ്ങനെ അതാ ഡെസേർട്ട് സഫാരിക്കായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിലേക്ക് കയറുവാണ്. അപ്പോൾ നമ്മളെ കൊണ്ടുവന്ന ആ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ ഡെസേർട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. കുട്ടികളൊക്കെ അപ്പോൾ ആദ്യം കയറിയപ്പോൾ തന്നെ ബാക്ക് സീറ്റ് മതി എന്ന് പറഞ്ഞ് അതൊക്കെ സീറ്റെല്ലാം പിടിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഞങ്ങൾ പതിയെ കയറുവാണ്. ശരിക്കും ഇവർ ഈ ക്യാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ തന്നെ ഒരു ഡെസേർട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെയും ഒരുപാട് ഉള്ളിലേക്കാണ് നമ്മൾ സഫാരിക്കായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പം ഇത് തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടിയിലോട്ടൊക്കെ കയറുന്നത്. അങ്ങനെ എല്ലാവരും കയറി ഞങ്ങൾ ഡെസേർട്ട് സഫാരിക്ക് റെഡി ആയിട്ടിരിക്കുക. ശരിക്കും എനിക്കും ദാവിദിനാണ് കൂടുതൽ എക്സൈറ്റ്മെന്റ്. കാരണം നമ്മളിത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണല്ലോ. ഇത് മൂവീസിലും വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ആ ഒരു ത്രില്ലിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പിന്നെ അതാ വണ്ടി അങ്ങോട്ട് മൂവ് ചെയ്ത് കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രക്ഷയില്ലായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് പറിക്കുമായിരുന്നു. ശരിക്കും നമ്മൾ ഏതോ ഒരു അഡ്വഞ്ചർ പാർക്കിലൊക്കെ ഏതോ ഒരു റൈഡിൽ കയറിയ ഒരു ഫീലായിരുന്നു. വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നതുകൊണ്ടേ. എന്നാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ഇറക്കമൊക്കെ ശരിക്കും ഇത്തിരി ഹൈറ്റിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ കുത്തനെയുള്ള ഇറക്കമായിരുന്നു. അത് ശരിക്കും നമുക്കൊരു റൈഡിൽ കയറിയിട്ട് നമ്മൾ ഈ കാറിൽ കൂടി ഇറങ്ങത്തില്ല, അതേപോലത്തെ ഒരു ഫീലായിരുന്നു. ഡെസേർട്ടിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നമുക്ക് പിന്നെ ഇറങ്ങി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇറങ്ങി ഇങ്ങനെ മാറി നിൽക്കുന്നു. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ സൺസെറ്റിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഷൂ എല്ലാം ഉരുപിടിച്ചിട്ടാണ് കയറുന്നത്. നല്ല രസമായിരുന്നു. അവിടെ ഡെസേർട്ടിലൂടെ ഈ ചെരുപ്പിടാതെയൊക്കെ നടക്കുക, അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. ഇങ്ങനെ ആ ഒരു ഹൈറ്റിലേക്ക് നമ്മൾ കയറിയിട്ട് ചെന്നിട്ട് നോക്കുമ്പോൾ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ ഡ്രൈവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, നമുക്ക് എല്ലാം പറഞ്ഞു തരാനും നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തു തരാനൊക്കെ പുള്ളി കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഈ വണ്ടികളൊക്കെ വരുന്ന കാണാൻ നല്ല രസമാണ്. കയറ്റം കയറി ഇറങ്ങിയൊക്കെ വരുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്.
നമ്മളെ ഇവര് ഈ ഡെസേർട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ സൺസെറ്റിന്റെ ടൈമിലാണ്. അപ്പൊ ആ ഒരു സമയത്ത് അവിടെ നിന്നിട്ട് നോക്കുമ്പോൾ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഡെസേർട്ട് സഫാരി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് കൊണ്ടുവന്ന് ഇറക്കുന്നത് നമ്മുടെ ക്യാമ്പിന്റെ നമ്മൾ ആദ്യം ഇറങ്ങിയതിന്റെ ബാക്ക് സൈഡിലാണ്. അപ്പൊ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇതെല്ലാം. അങ്ങനെ ഞങ്ങളിതാ ക്യാമ്പിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ ഫസ്റ്റ് കൊണ്ടുവന്ന ക്യാമ്പ് തന്നെയാണ്. അതിന്റെ നൈറ്റ് വൈബാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പൊ ശരിക്കും ലൈറ്റ്സ് ഒക്കെ ഇട്ട് കൂടെ അറബിക് മ്യൂസിക് ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഇവിടെയാണ് നമുക്ക് ഡിന്നറൊക്കെ സെറ്റ് ആക്കിയിരിക്കുന്നത്. നമ്മൾ വരുമ്പോൾ തന്നെ സ്റ്റാർട്ടറൊക്കെ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ഫുഡെല്ലാം അൺലിമിറ്റഡ് ആയിരുന്നു. ഏതൊക്കെ തരം ഫുഡ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഓർക്കുന്നില്ല. കാരണം അതുപോലെയായിരുന്നു, എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ടായിരുന്നു. ശരിക്കും ഇങ്ങനെ ഒരു ഓപ്പൺ എയറിലൊക്കെ ഇരുന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കുന്നതും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ദാ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പം എല്ലാവരും അവരവരുടെ ആവശ്യത്തിന് ലാവിഷായിട്ട് തന്നെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സീറ്റ് സ്റ്റേജിനടുത്തായിട്ട് തന്നെ കിട്ടിയതുകൊണ്ട് പ്രോഗ്രാംസ് ഒക്കെ നല്ലതായിട്ട് തന്നെ നമുക്ക് കാണാനും പറ്റും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ദാ അവരുടെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ ജെൻസ് കളിക്കുന്ന ഒരു ട്രഡീഷണൽ ഡാൻസ് ഫോം ആയിരുന്നു. ടനോര എന്നതിൻ്റെ പേര്. വലിയൊരു സ്കേർട്ട് പോലത്തെ ഒരു സംഭവം. അതിങ്ങനെ കറക്കി കറക്കി അതിൽ ലൈറ്റൊക്കെ വന്ന് നല്ല രസമായിരുന്നു കാണാൻ. അത് കഴിഞ്ഞ് ഫയർ വെച്ചിട്ട് ഒരു മാജിക് ഷോ പോലത്തെ സംഭവമായിരുന്നു. അത് ശരിക്കും അടിപൊളിയായിരുന്നു. കാരണം ഈ നമ്മളിങ്ങനെ നമ്മുടെ കണ്ണ് വെട്ടാതെ നോക്കിയിരുന്നു പോവും. എല്ലാം ഈ തീ കൊണ്ടുള്ള കളിയല്ലേ. അപ്പൊ ഇതെന്താ ഈ കാണിക്കുന്നത്, എങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ അറിയാൻ നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകും. പല റൗണ്ട്സ് ഉണ്ടായിരുന്നു. എല്ലാത്തിലും കാണിച്ചത് എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആയിരുന്നു. ഇതിനിടയ്ക്ക് ഇവർ ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കും. അപ്പോൾ ധൈര്യമുള്ളവരൊക്കെ ചെന്ന് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കും. അത് കഴിഞ്ഞ് ഇവരെ നമ്മൾ അവരുടെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഫയർ വർക്സ് പോലെ ഉണ്ടായിരുന്നു. ഇവര് അത് ഫയർ കൊടുക്കുമ്പം ശരിക്കും അവരുടെ ആ ഒരു ക്യാമ്പ് ഗ്രൗണ്ടിന്റെ പേര് ആ ഒരു ഫയറിൽ തെളിഞ്ഞു വരും, ഡ്യൂൺസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിന്റെ കൂടെ കുറച്ച് ഫയർ വർക്സ് ഒക്കെ ആയിട്ട് അതും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും ഇതൊക്കെ. അങ്ങനെ ദാ ഫൈനലി ബെല്ലി ഡാൻസും കണ്ടു. ശരിക്കും ഈ ഒരു ബെല്ലി ഡാൻസോട് കൂടിയാണ് ഇവിടുത്തെ ഈ ഒരു പ്രോഗ്രാംസ് ഒക്കെ എൻഡ് ചെയ്യുന്നത്. എല്ലാ പ്രോഗ്രാംസും കഴിഞ്ഞത് ദാവീദും അന്നയും സ്റ്റേജിൽ കുറച്ച് നേരം ഡാൻസ് ഒക്കെ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഡെസേർട്ടിൽ ഈ ഒരു ഈവനിങ് ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് ഇപ്പോൾ തിരിച്ചു പോരാനുള്ള സമയമായിട്ടുണ്ട്. ഒരുപാട് ലേറ്റ് ആയിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ ഇവർ ഡ്രോപ്പ് ചെയ്യും. ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. എനിക്ക് ശരിക്കും പേഴ്സണലി ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.